ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10ാമത്തെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്, ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചുള്ളത്. അപ്പം ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിത്തുകൾ മുളപ്പിക്കാനായിട്ട് പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ. അങ്ങനെയാവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം വിത്ത് മുളപ്പിക്കാൻ പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്. മഴക്കാലമൊക്കെ കഴിഞ്ഞ് പച്ചക്കറികളും പൂക്കളും ഒക്കെ നമുക്ക് വീട്ടിൽ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണിത്. വിത്തുകൾ മുളപ്പിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. മികച്ച പോഷക സമൃദ്ധമായ പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുന്നതിലൂടെ വിത്തുകളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ചകിരിച്ചോർ കമ്പോസ്റ്റ് 2 ഭാഗം, ചാണകപ്പൊടി 1 ഭാഗം, പെർലൈറ്റ് 1 ഭാഗം. ഇനി തയ്യാറാക്കുന്നതും ഇതിൻ്റെ ഉപയോഗവും അനുപാതവും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ചകിരിച്ചോറ് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പെർലൈറ്റ് ഇവ മൂന്നും 2:1:1 എന്ന അനുപാതത്തിൽ എടുക്കുക. ഒരു പാത്രം ഉപയോഗിച്ച് ഇവ അരിച്ചെടുക്കാവുന്നതാണ്. ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. മിശ്രിതം നനയ്ക്കുക, പക്ഷേ അമിതമായിട്ടുള്ള നനവ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പൊട്ടുപൊടിയുടെ നനവൊക്കെ കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിശ്രിതം 1 ദിവസം ഉണങ്ങാൻ അനുവദിക്കേണ്ടതുണ്ട്. സീഡ് ട്രേയിൽ ഈ ഒരു മിശ്രിതം നിറച്ചു കൊടുക്കുക. ട്രേയുടെ അടിയിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് അധിക വെള്ളം ഒഴുകിപ്പോകാൻ സഹായിക്കുന്നു. വിത്തുകൾ മിശ്രിതത്തിൽ പാകുക. ശേഷം നേർത്ത പാളി മിശ്രിതം വിതറി വിത്തുകൾ മൂടുക. ട്രേ നനച്ചു കൊടുക്കേണ്ടതുണ്ട്. വിത്തുകൾ മുളച്ചു വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിശ്രിതം നനയ്ക്കുക. പോട്ടിംഗ് മിക്സ് നനഞ്ഞതായിരിക്കണം, പക്ഷേ കുതിർന്നതായിരിക്കരുത്. ഇതിൻ്റെ ഗുണങ്ങൾ നീർവാർച്ചയും വായുസഞ്ചാരവും ഉറപ്പാക്കുന്നു. വിത്തുകൾ നന്നായി മുളയ്ക്കാനും വളരാനുമുള്ള അനുകൂലമായ ചുറ്റുപാട് സൃഷ്ടിക്കുന്നു. വേരുകളുടെ വളർച്ചയെ സഹായിക്കുന്നു. വേരുകൾ വളരാൻ ആവശ്യമായ ഇടം നൽകുന്നു. തൈകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. ചകിരിച്ചോറ് കമ്പോസ്റ്റ്. ഈ അനുപാതത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് പോട്ടിംഗ് മിശ്രിതത്തിൻ്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നു. ചകിരിച്ചോറ് കമ്പോസ്റ്റ് നല്ല നീർവാർച്ചയും വായുസഞ്ചാരവും നൽകുന്നുണ്ട്. ഇത് വേരുകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ചാണകപ്പൊടി ജൈവവസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുകയും നീർവാർച്ച കൂട്ടുകയും ചെയ്യുന്ന ജൈവവളമാണ് ചാണകപ്പൊടി. ഇത് വിത്തുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നുണ്ട്. ഇനി പെർലൈറ്റ് പോട്ടിംഗ് മിശ്രിതത്തിന് നീർവാർച്ചയും വായുസഞ്ചാരവും മെച്ചപ്പെടുത്തുന്നു. ഇത് വേരുകൾക്ക് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. പെർലൈറ്റ് മിശ്രിതത്തിൻ്റെ വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നുറുങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വിവിധ വിളകൾക്ക് വ്യത്യസ്ത അനുപാതത്തിലുള്ള പോട്ടിംഗ് മിശ്രിതം ആവശ്യമായി വന്നേക്കാം. ഉദാഹരണത്തിന് ചില വിളകൾക്ക് കൂടുതൽ ചാണകപ്പൊടി ആവശ്യമാണ്, മറ്റ് വിളകൾക്ക് കൂടുതൽ പെർലൈറ്റ് ആവശ്യമാണ്. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഘടകങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ചകിരിച്ചോറ് കമ്പോസ്റ്റ് നന്നായി വിഘടിച്ചതായിരിക്കണം. വിത്തുകൾ നടുന്നതിന് മുമ്പ് വിത്തുകളുടെ മുളപ്പിക്കൽ ശേഷി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ മിശ്രിതം ഉപയോഗിച്ച് നമ്മുടെ പച്ചക്കറി വിത്തുകൾ വിജയകരമായി മുളപ്പിക്കാനും ആരോഗ്യമുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്